സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ക്യുക്ക് റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്ത് നോക്കുക. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ്. ഈ പ്രസ്താവന ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായിട്ടാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ DS കോത്താരി. ഡോക്ടർ DS കോത്താരി. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 10. ഡിസംബർ 10 ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ആരുടെ അഭിപ്രായമാണിത്? ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്നത് ആരുടെ അഭിപ്രായമാണ്? മെറ്റർനിക് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മെറ്റർനിക്. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര്? കൂറുള്ളി ചേകോൻ ആണ്. കൂറുള്ളി ചേകോൻ. കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആരാണ്? കൂറുള്ളി ചേകോൻ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് രാജ്യത്തെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത്. കൊല്ലം. ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയം 2 PM ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? 7:30 PM ആണ്. 7:30 PM. അടുത്ത ചോദ്യം: താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ധനനയവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ വായിക്കാം. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുക എന്താണ്? ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവ എല്ലാമാണ്. ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയമാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. അടുത്ത ചോദ്യം: ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 മാറ്റിയത്? ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം എത്രയിൽ നിന്നും എത്രയാണ്? 21 നിന്നും 18 മാറ്റിയത്. 61ാമത്തെ ഭേദഗതിയാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്, പ്രത്യേകം നോട്ട് ചെയ്യുക. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചിട്ടാണ് വോട്ടിംഗ് പ്രായം 21 നിന്നും 18 61ാമത്തെ ഭേദഗതി പ്രകാരമാണ്. അടുത്ത ചോദ്യം: വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത്? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം
കേരളമാണ്. കേരളം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതം, പഴക്കം ചെന്നത്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതം, പഴക്കം ചെന്നത്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത്? കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമാണ്? ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുന്നു. താരതമ്യേന വീതി കുറവ് ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. വീതി താരതമ്യേന കൂടുതൽ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. താരതമ്യേന വീതി കുറവ് ശരിയാണ്. ഇനി റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. 1ഉം 3ഉം ശരി. ഏതാണ്? പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. താരതമ്യേന വീതി കുറവ്, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്നിവ. അടുത്തത്, ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ബന്ധം ഇല്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. ചോദ്യം എന്താണ്? സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായിട്ട് ബന്ധം ഇല്ലാത്തത് ഏത് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 മാത്രമാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ബന്ധമില്ലാത്ത പ്രസ്താവന. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി. ആരാണ്? അയ്യങ്കാളി. ശരിയാണ്. പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു എന്നതും ശരിയാണ്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന്. തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത് എന്ന് 1949 ജൂലൈ 1-നാണ്. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകൃതമായത്. 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ്? ചമ്പാരൻ ആണ്. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര്? ജോനാഥൻ ഡങ്കൻ. ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജോനാഥൻ ഡങ്കൻ. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏത്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും.
ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ്. പ്രവിശ്യകളിൽ ലദ്ദിഭരണം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, അതുപോലെ രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും എന്നിവ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? NS മാധവൻ. പ്രത്യേകം നോട്ട് ചെയ്യുക, NS മാധവൻ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. പദ്ധതിയുടെ പേരെന്താണ്? യോഗ്യശ്രീ എന്നതാണ് പദ്ധതിയുടെ പേര്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, പശ്ചിമ ബംഗാൾ. പദ്ധതിയുടെ പേര് യോഗ്യശ്രീ. നടപ്പാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഏത് വർഷത്തെയാണ്? 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്ങിനാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഹാൻ കാങ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചോദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ ബി ആണ്. സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നുമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം 51 സെക്കൻഡ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് മാലിനി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ഉത്തരം. ഓപ്ഷൻ ഡി. 3 പ്രസ്താവനകളും തെറ്റാണ്. ദേശീയ ഗാനം ജനഗണമന ആലപിക്കുവാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ്. ഷോർട്ട് വേർഷൻ ആണെങ്കിൽ 20 സെക്കൻഡ് ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് സർല ദേവി ചൗധരാണിയാണ്. ഇനി നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികൾ എന്ന് തന്നിരിക്കുന്നു. തെറ്റാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ വരികളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര്? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. രാഷ്ട്രപതി. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്.
രണ്ടാമത്തെ പ്രസ്താവന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണ്, 1993. മൂന്നാമത്തെ പ്രസ്താവന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷന്റെ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും. ഇത് റൈറ്റ് സൈഡിൽ ബി കോളത്തിലെ വകുപ്പുകൾ തന്നിരിക്കുന്നു. മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ ഏതാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17 ആണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ഈ വകുപ്പുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പും ഒക്കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള വകുപ്പുകളാണ്. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് 17. ഇനി ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം വകുപ്പ് 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും 32. തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ 17. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം 21. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും 32. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായിട്ട് നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ സ്ഥിരം റിപ്പീറ്റായിട്ട് ചോദിക്കുന്നതാണ്. ആരാണ്? ഫസൽ അലിയാണ്. ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി. പൊതു സ്വഭാവമുള്ള കൃത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിയമപരമായിട്ട് നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? മാൻഡമസ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മാൻഡമസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ്? എത്രാമത്തെ പട്ടികയിലാണ് ഭാഷകൾ വരുന്നത്? 8ാമത്തെ പട്ടികയിലാണ്. എത്ര ഭാഷകളാണ്? 22 ഔദ്യോഗിക ഭാഷകളാണ് ഉള്ളത്. 22 ഔദ്യോഗിക ഭാഷകൾ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കിഴക്കോട്ടൊഴുകുന്ന നദികൾ 3 ആണുള്ളത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ്.
പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് 41 നദികൾ. മൊത്തം കേരളത്തിൽ നദികളുടെ എണ്ണം എത്രയാണ്? 44. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏത്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ല. അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? EV രാമസ്വാമി നായ്ക്കർ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കത്താണ്. വൈക്കം. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കം. താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? തന്നിരിക്കുന്നു. VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറ, മഹാദേവ് ഗോവിന്ദ റാനഡെ, വൈകുണ്ഠസ്വാമി. ഓപ്ഷൻ സി ആണ് മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആര്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി KM പണിക്കർ. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തമായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എൻ്റെ ജീവിതകഥ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. നേതാവിനെ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ എന്നത്. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിൽ ജനിച്ചു. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അടുത്ത ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ഗാന്ധിയും അരാജകത്വവും. ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണോ? വടകരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം വടകര. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ ആണ്. ബാരിസ്റ്റർ GP പിള്ള. മലയാളി മെമ്മോറിയൽ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര്? കൊച്ചി രാജ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തവർ. ഇവിടെ തന്നിരിക്കുന്നു. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖം ചെട്ടി, S നീലകണ്ഠ അയ്യർ. ഓപ്ഷൻ സി ആണ് ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത്. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത്? കേരള സംസ്ഥാന രൂപീകരണത്തിനായിട്ട് തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിലൊരെണ്ണം താഴെ പറയുന്നു ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അഗസ്തീശ്വരമാണ്. അപ്പം 4 താലൂക്കുകൾ ഏതൊക്കെയാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? തോവാള, കൽക്കുളം, വിളവൻകോട്, അഗസ്തീശ്വരം എന്നീ 4 താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തോവാള, കൽക്കുളം, വിളവൻകോട്, അഗസ്തീശ്വരം.
വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമേത്? വിറ്റാമിൻ എ ഏതാണ്? നിശാന്തതയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നു പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ജീവിതശൈലി രോഗം അല്ലാത്തത് ഹീമോഫീലിയയാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? റേച്ചൽ കാർസൺ. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കാർസൺ ആണ്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതം. ഇരവികുളം നാഷണൽ പാർക്കാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമൽ. ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതിനും ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. ഓപ്ഷൻ സി, ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏത്? പാവലിന്റെ ഇനം പ്രിയങ്ക പാവലിന്റെ ഇനമാണ് പാവൽ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം 2023. സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ട് പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക 5 ലക്ഷം രൂപയാണ്. ഓപ്ഷൻ ബി, 5 ലക്ഷം രൂപ. അടുത്ത ചോദ്യം, പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ആദ്യത്തേത്, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകളിൽ തന്നിരിക്കുന്നവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്നവയിൽ ഒന്ന് മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സംഭവം. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നു തന്നിരിക്കുന്നതിൽ 3 മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സംഭവം. തന്നിരിക്കുന്നതിൽ 2ഉം 3ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ. തന്നിരിക്കുന്നതിൽ 1ഉം 2ഉം മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സംഭവങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി പോസിറ്റീവാണ്. അതുപോലെ ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി പോസിറ്റീവ്. അടുത്ത ചോദ്യം, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത്? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അടുത്ത ചോദ്യം, മനുഷ്യരുടെ ശ്രവണ പരിധി ഡാഷ് ആണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം ഡാഷ് ആണ്. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? 310 കെൽവിൻ ആണ്. 310. ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം. ചലനവുമായിട്ട് ബന്ധപ്പെട്ടത് ഓപ്ഷൻ ബി ആണ്. u² = v² - 2as.
ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം. രാസോർജം ഗതികോർജമാകുന്നു. രാസോർജം ഗതികോർജമാകുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം. ഓപ്ഷൻ എ ആണ്, ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. സൂര്യഗ്രഹണം. ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഹൈഡ്രജൻ നിറമോ മണമോ ഇല്ല. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഹൈഡ്രജൻ ഡയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്നതിൽ 2 മാത്രമാണ് തെറ്റ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഐസോടോപ്പുകൾ. ഓപ്ഷൻ ബി ആണ്. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. വ്യത്യസ്ത മാസ് നമ്പറും ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അടുത്ത ചോദ്യം, അറ്റോമിക സംഖ്യ 8 മൂലകം. അറ്റോമിക സംഖ്യ 8 മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അറ്റോമിക സംഖ്യ 8 മൂലകം ഏതാണ്? ഓക്സിജൻ. അടുത്ത ചോദ്യം, വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. തന്നിരിക്കുന്നു. 1908 തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിത അയ്യാവഴി എന്നറിയപ്പെടുന്നു. അരുൾ നൂൽ അദ്ദേഹത്തിന്റെ രചനയാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തി എന്നിവയെല്ലാം വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 സോമിത്തോപ്പിലാണ്. 1809 സോമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അടുത്ത ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? കലാപം നടന്നത് 1812 കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയെയാണ് നിയോഗിച്ചത്. കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി. അപ്പൊ വയനാട്ടില് ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്യ കലാപത്തെ പറ്റി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റാണ്. കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമനമ്പിയാണ് നിയോഗിച്ചത് എന്ന് പറഞ്ഞിരിക്കുന്നു. രാമനമ്പി കലാപത്തിന്റെ പ്രധാന നേതാവായിരുന്നു. ഇനി കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ വധിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പാലിയത്തച്ഛൻ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്നു. കലാപം നടന്നത് 1812 ശരിയാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. അടുത്ത ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ്കാങ്ങിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിത. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ഇപ്പൊ 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഹാങ്കാങ്ങിനാണ്. അപ്പൊ ഹാങ്കാങ്ങിനെ കുറിച്ച് താഴെ തന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ ഈ പ്രസ്താവനകൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഹാങ്കാങ് ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. അതുപോലെ സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ്. സാഹിത്യ നോബൽ നേടുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ്.
ഹാങ്കാങ്ങിൻ്റെ ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്ക് പുരസ്കാരം ലഭിച്ചു. അതുപോലെ ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തുക. ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. 1907 സൂറത്ത് സമ്മേളനത്തിലെ കോൺഗ്രസിന്റെ പിളർപ്പ്. 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി. 1929 ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം. ശരിയായ ജോഡി ഓപ്ഷൻ എ ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885. സൂറത്ത് സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പിളർപ്പ്. സൂറത്ത് സമ്മേളനം 1907. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം 1929. ഇത് മൂന്നും ശരിയാണ്. തെറ്റായിട്ടുള്ളത് എന്താണ്? 1934 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായി എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. 1924 ബെൽഗാം സമ്മേളനം. 1934 അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 2024 ബ്രിക്സ് ഉച്ചകോടി. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ാമത്തെയും 4ാമത്തെയും പ്രസ്താവന ശരിയാണ്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയാണ്. അതുപോലെ 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. ശരിയാണ്. ബ്രിക്സ് രൂപം കൊണ്ട വർഷം 2009. കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. കസാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റഷ്യയിലാണ്. കസാൻ എവിടെയാണ്? റഷ്യയിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISROയുമായിട്ട് ബന്ധമുള്ള ശരിയായ പ്രസ്താവന. ISRO സ്ഥാപിച്ചത് 1998 ഇതിന്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ അന്തരീക്ഷ ഭവൻ ആണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ISROയുമായിട്ട് ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരിയാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായ് ആയിരുന്നു. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു എന്നിവ ശരിയാണ്. ഇനി ISRO സ്ഥാപിതമായ വർഷം 1969. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബംഗളൂരു ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? പത്രത്തിന്റെ പേര് അൽ അമീൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് താനൂരിൽ ആയിരുന്നു. അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1ഉം 2ഉം 3ഉം ശരിയാണ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ശരിയാണ്. 1924 ഒക്ടോബർ 12 ആരംഭിച്ചത്. ശരിയാണ്. 1939 ബ്രിട്ടീഷ് സർക്കാർ പത്രം നിരോധിച്ചു. ശരിയാണ്. പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് എവിടെയായിരുന്നു? അൽ അമീൻ പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് കോഴിക്കോടായിരുന്നു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 4 മാത്രം തെറ്റായ ജോഡി. ഓടക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. തെറ്റായ ജോഡി. എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ. കേരള ജ്യോതി പുരസ്കാരം MK സാനു എന്നിവ ശരിയായതാണ്. അടുത്തത്,
താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാക്രമം ഏത്? തന്നിരിക്കുന്നു അതിർത്തി ഗാന്ധിയുടെ മരണം, മലബാർ കലാപം, ക്ഷേത്ര പ്രവേശന വിളംബരം, ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3, 4, 1. മലബാർ കലാപം 1921. ക്ഷേത്രപ്രവേശന വിളംബരം 1936. ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണം 1964. അതിർത്തി ഗാന്ധിയുടെ മരണം 1988. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. അബ്ദുൽ ഗാഫർ ഖാന്റെ മരണം 1988. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേയാണിത്. പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2017 ജൂൺ 17 KMRL ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത്. കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ. ഇനി ഇന്ത്യയിലെ 18ാമത്തെ മെട്രോ റെയിൽവേയാണിത് എന്ന് പറഞ്ഞിരിക്കുന്നു. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ റെയിൽവേ ആയിരുന്നു. അടുത്തത്, കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കിബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരം അഹമ്മദാബാദ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലം. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷിക കാലമാണ് ഖാരിഫ്. ഖാരിഫ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം ആരവല്ലി. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം. ക്രിസ്റ്റലൈൻ കായാന്തരിക ശിലകളിൽ നിന്നും ഘാതന ഫലമായി ഉണ്ടാകുന്ന മണ്ണിനം ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ ആണ്. ചുവപ്പ് മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം. ഇലക്ട്രിക്കൽ കേബിൾ, ഇലക്ട്രോണിക്സ്, രാസവ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം. കൽക്കരിയുടെ ഉന്നതമായ വകഭേദം ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ്. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം. മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത്. മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്നത് മിൽപ്പ. മിൽപ്പ. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം? ചിപ്കോ പ്രസ്ഥാനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത്. ചിപ്കോ പ്രസ്ഥാനം 1957 കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത്. 1857
കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ട വർഷം 1937. താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. താഴെ പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത്? തന്നിരിക്കുന്ന ദൈവദശകം, വേദാധികാര നിരൂപണം, നവമഞ്ജരി, ദർശനമാല. ശ്രീനാരായണ ഗുരുവിൻ്റെതല്ലാത്ത കൃതി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേദാധികാര നിരൂപണമാണ്. വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11 താഴെ പറയുന്നവരിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്തത് ആർക്കാണ്? ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി, MT വാസുദേവൻ നായർ, ONV കുറുപ്പ് എന്നിവർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാഹിത്യകാരന്മാരാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകൾ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 1ഉം 3ഉം ശരി. രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. തേബാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ്? തേബാഗ കർഷക തൊഴിലാളി സമരം എവിടെയാണ് നടന്നത്? ബംഗാളിലാണ്. തേബാഗ കർഷക തൊഴിലാളി സമരം എവിടെയാണ് നടന്നത്? ബംഗാൾ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിൽ താഴെ പറയുന്നവരിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്? ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നത് ട്രാൻകിബാർ ആണ്. ട്രാൻകിബാർ. താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത് ഏത്? തെറ്റായത് തന്നിരിക്കുന്നു. കുണ്ടറ വിളംബരം 1809, കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യ കലാപം 1810. തെറ്റായത് ഏതാണ്? കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം 1812 കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത്? 1809. കുളച്ചൽ യുദ്ധം 1741, ആറ്റിങ്ങൽ കലാപം 1721, കുറിച്യ കലാപം 1812. അടുത്ത ചോദ്യം, മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏവ? മൗലിക ചുമതലകൾ. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിലും മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു. സർക്കാരിയ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ശരിയായത് ഏത് എന്നതാണ്. ശരിയായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന ശരിയാണ്. 1950 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇനി 1976 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട 10 ചുമതലകൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. സൊരൻ സിംഗ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്തത്. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ മൗലിക ചുമതലകൾ ഏത് കമ്മീഷനാണ്? സൊരൻ സിംഗ് കമ്മീഷനാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത്? ഇന്ത്യയുടെ ദേശീയ ഗീതം തന്നിരിക്കുന്നു.
ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത്. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ശരിയാണ്. ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുമുള്ളത്. ശരിയാണ്. ദേശീയ ഗീതം വന്ദേ മാതരം രചിക്കപ്പെട്ടത് ബംഗാളി ഭാഷയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത്? 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു. 1993 ഡിസംബർ 10 ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത്. ശരിയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു. ശരിയാണ്. ചെയർമാന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ശരിയാണ്. ഇനി നിലവിൽ വന്നത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. അടുത്ത ചോദ്യം, 2024 കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ. കേരള പ്രഭ പുരസ്കാരം 2024. ഓപ്ഷൻ സി ആണ്. എസ് സോമനാഥ്, ഭുവനേശ്വരി എന്നിവർക്കാണ്. എസ് സോമനാഥ്, ഭുവനേശ്വരി. ഇന്ത്യൻ ഭരണഘടന 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത്? മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. 4ാമത്തേത് മാത്രമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം. 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെ? 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യയിലാണ്. കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1812 കുറിച്യ ലഹള ഉണ്ടായത്. വയനാട് ജില്ലയിലെ കുറിച്യ കുമ്പാര വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രധാന നേതാവ് രാമനമ്പിയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ശരിയാണ്. കുറിച്യ ലഹള 1812. പ്രധാന നേതാവ് രാമനമ്പി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെ നടത്തിയ ലഹള. കുറിച്യരും കുറുമ്പരുമാണ് പ്രധാനമായിട്ടും ഈ കലാപത്തിൽ പങ്കെടുത്തത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി. കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസിക കേരളീയ സുഗുണ ബോധിനി. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത്? വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി. 3 പ്രസ്താവനകളും ശരിയാണ്. വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ്. ശരിയാണ്. മസ്തൂർ കിസാൻ ശക്തി സംഘടന എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത്. ശരിയാണ്. 2005 ഒക്ടോബർ 12 നിലവിൽ വന്നു. ശരിയാണ്. 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. 2024 ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട്, ചേലക്കര. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 44. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം 41. 41 നദികൾ പടിഞ്ഞാറോട്ടൊഴുകുന്നു, 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ആകെ നദികളുടെ എണ്ണം 44. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്?
2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. വയനാട്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എന്താണ്? ലാറ്ററൈറ്റ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. കേരളത്തിൽ ആകെയുള്ള ലോകസഭാ സീറ്റുകൾ 20. കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? 1956 കേരളം രൂപീകരിക്കുന്ന സമയത്ത് 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു ആണ്. ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിക്കപ്പെട്ട വർഷം. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത 1861 1861. പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത്? കീഴരിയൂർ ബോംബ് കേസാണ്. ബന്ധം ഇല്ലാത്തത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ. 1817 ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്. 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയം? ജനസംഖ്യാനുപാത സംവരണം. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാദ്രി. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? അർണോസ് പാദ്രി. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? കുണ്ടറ വിളംബരം വേലുത്തമ്പി ദളവം. 1859 ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം? ജെയിംസ് ടാറ കയർ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. ആലപ്പുഴ. ജീവമണ്ഡലത്തിലെ ജൈവ സമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആര്? ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസൻ ആണ്. അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത്? അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്നത് പ്ലാസെന്റയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല ഏത്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കല സ്ക്ലീറൻ കൈമയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സ്ക്ലീറൻ കൈമ. ചെറുകുടലിനകത്തെ പോഷക ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഭാഗം വില്ലസ്ലുകളാണ്. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ. വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്നത് വൃക്കാധമനി. നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ. വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തതയ്ക്ക് കാരണമാകുന്നു. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം.
ഉത്തരം ഓപ്ഷൻ ബി ആണ്. 3, 4 എന്നിവ ശരി. കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ, ശരിയാണ്. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം, ശരിയാണ്. അടുത്തത്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറ, ഓപ്ഷൻ സി മൊനീറ. ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ്? ഭീമാകാരത്വം സൊമാറ്റോട്രോപ്പിൻ്റെതാണ്, ഓപ്ഷൻ ഡി സൊമാറ്റോട്രോപ്പിൻ. കോശ ശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കോശശ്വസനം. കോശശ്വസനത്തിന്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിലും വെച്ച് നടക്കുന്നു. ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ ആവശ്യമാണ്. ഗ്ലൈക്കോളിസിസിന്റെ ഫലമായി 28 ATP തന്മാത്രകൾ ഉണ്ടാകുന്നു. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 4 ശരി. വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണപ്പെടുന്നത്? വിട്രിയസ് ദ്രവം കണ്ണിലാണ്, കണ്ണ്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. യാന്ത്രികോർജം വൈദ്യുതോർജം ആകുന്നു. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത്? ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം സമ്പുഷ്ട യുറേനിയമാണ്, സമ്പുഷ്ട യുറേനിയം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം 4 മടങ്ങാകും, ഓപ്ഷൻ ഡി 4 മടങ്ങാകും. കൂട്ടത്തിൽ പെടാത്തത് ഏത്? തന്നിരിക്കുന്നു പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. ഓപ്ഷൻ സി വേഗം. അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം. അന്തരീക്ഷ മർദ്ദം ബാരോമീറ്റർ. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു, ഇലക്ട്രോണിനെ കണ്ടെത്തി, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി, ന്യൂട്രോണിനെ കണ്ടെത്തി. ജെ തോംസണുമായിട്ട് ബന്ധപ്പെടാത്തത് ഏതാണ്? ന്യൂട്രോണിനെ കണ്ടെത്തി എന്നതാണ് ജെ തോംസണുമായിട്ട് ബന്ധപ്പെടാത്ത പ്രസ്താവന. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, റബ്ബറിന്റെ മോണോമർ. റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ആണ്, ഐസോപ്രീൻ. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്വറൽ, ഹെൻറി ബെക്വറൽ. ലീച്ചിങ് എന്ന സാധാരണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ അയിരിനാണ്? ലീച്ചിങ് അലൂമിനിയം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.